മാറാത്ത തലവേദന, അതിൻ്റെ കൂട്ടത്തിൽ ഛർദിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എപ്പിലിപ്സി ഉണ്ടാവുക, അല്ലെങ്കിൽ ഫിറ്റ്സ് ഉണ്ടാവുക. അതുകൂടാതെ തന്നെ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട്, കേൾവിക്കുള്ള ബുദ്ധിമുട്ട്, രണ്ടായി കാണുക, തലകറക്കം. എത്രയും വേഗം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വിദഗ്ധ ചികിത്സ തേടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ ഡോക്ടർ ശ്രീഹരി, ന്യൂറോസർജറി വിഭാഗം പ്രൊഫസറാണ്, അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, കൊച്ചി. ഇന്ന് ലോക ബ്രെയിൻ ട്യൂമർ ഡേ, ജൂൺ 8. ബ്രെയിൻ ട്യൂമർ ഡേ ആചരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ സമൂഹത്തിലുള്ള വിദ്യാധാരണകൾ മാറ്റി അവബോധം സൃഷ്ടിക്കുക, ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള വിദ്യാധാരണകൾ മാറ്റിയെടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് ഈ ബ്രെയിൻ ട്യൂമർ ഡേ നമ്മൾ ആചരിക്കുന്നത്. ഇപ്പോഴത്തെ ആധുനിക സംവിധാനം വെച്ചിട്ട് ബ്രെയിൻ ട്യൂമറിനെ കുറിച്ചുള്ള ഭീതി അധികം വേണ്ട എന്നുള്ള രീതിയിലേക്ക് ശാസ്ത്രം വളർന്നു കഴിഞ്ഞു. നമ്മൾ എത്രയും വേഗം ലക്ഷണങ്ങൾ കണ്ടുപിടിച്ച് അതിൻ്റെ പരിശോധനകൾ നടത്തി ചികിത്സ തേടുന്നതാണ് ഇന്നത്തെ റെക്കമെൻഡഡ് ആയിട്ടുള്ള ചികിത്സാ രീതി. ഇതിനു മുമ്പുണ്ടായിരുന്ന സാങ്കേതിക വിദ്യയേക്കാൾ വളരെ മുന്നോട്ട് ശാസ്ത്രം മുന്നോട്ട് പോയി കഴിഞ്ഞു. അതിൻ്റേതായ ഒരു ഗുണങ്ങൾ ചികിത്സാ രംഗത്തും ഉണ്ടായിട്ടുണ്ട്. ബ്രെയിൻ ട്യൂമർ ബാധിച്ചാൽ രോഗി മരണപ്പെടുമോ, മരണഭീതിയോ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ നിന്ന് ആധുനികമായ ശസ്ത്രക്രിയ വിധികൾ വഴിയും അതിൻ്റേതായ ഒരു ശാസ്ത്രത്തിൻ്റെ ഡെവലപ്മെൻറ്റ് സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് രോഗിയുടെ തലച്ചോറിൻ്റെ ഫങ്ഷൻ, അതായത് പ്രവർത്തനങ്ങൾ ബാധിക്കാത്ത രീതിയിൽ വരെ നൂതനമായി ശസ്ത്രക്രിയ ചെയ്യാനുള്ള ഒരു സംവിധാനം ഇന്നത്തെ ലോകത്ത് ശാസ്ത്രത്തിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. സ്പെഷ്യൽ MRI സ്കാനോ അതിനൂതനമായ സ്കാനിങ് മെത്തേഡ്സോ ഉപയോഗിച്ച് വളരെ നേരത്തെ തന്നെ ട്യൂമറിൻ്റെ ലൊക്കേഷനും ബാധിച്ച രീതിയും കണ്ടുപിടിച്ച് നേരത്തെ തന്നെ ചികിത്സ നേടി നൂതനമായ ശസ്ത്രക്രിയ മെത്തേഡ്സ് ഉപയോഗിച്ച് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ബ്രെയിനിൻ്റെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാനുള്ള വിധികളും ഇന്ന് ശാസ്ത്രം നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ബ്രെയിൻ ട്യൂമർ എന്ന് വെച്ചാൽ ബ്രെയിനിൻ്റെ, അതായത് കോശങ്ങൾ, ബ്രെയിനിൻ്റെ തലച്ചോറിൻ്റെ കോശങ്ങളിലോ കോശങ്ങൾക്ക് ചുറ്റുമുള്ള ആവരണങ്ങൾ, കവറിങ്, അതുപോലെയുള്ള പിന്നെ അതിനുള്ളിലുള്ള ഗ്രന്ഥികൾ, പിറ്റ്യൂട്ടറി മുതലായ ഗ്രന്ഥികൾ, അതിൽ നിന്നുണ്ടാകുന്ന ഗ്രോത്തിനെയാണ് ബ്രെയിൻ ട്യൂമർ എന്ന് നമ്മൾ സാധാരണ വിശേഷിപ്പിക്കുന്നത്. അത് പല രീതികളിലുണ്ടാകും. വളരെ വേഗതയിൽ വളരുന്നതും വളരെ പതുക്കെ വളരുന്നതും ഉണ്ടാകും. മറ്റ് ട്യൂമർ ക്യാൻസറുകളുമായിട്ട് ഉള്ള വ്യത്യസ്തത എന്തെന്നാൽ ഇത് ബ്രെയിൻ ട്യൂമർ വേറൊരു സ്ഥലത്തേക്കോ വേറൊരു അവയവത്തിലേക്കോ പടരുന്നതല്ല. പക്ഷേ തലച്ചോറിൻ്റെ ഫങ്ഷൻ, അതായത് ഓരോ ഭാഗത്തെ തളർച്ച, ബുദ്ധിശക്തി, ഓർമ്മശക്തി, പിന്നെ കേൾവി, കാഴ്ചക്കുറവ്, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഏത് ഭാഗത്തെയാണ് ട്യൂമർ ബാധിച്ചിരിക്കുന്നത് അത് നഷ്ടപ്പെടാനും അത് എത്രയും വേഗം ചികിത്സ തേടിയില്ലെങ്കിൽ പെർമനൻ്റായിട്ട് സ്ഥിരമായിട്ടത് ഡാമേജ് തുടരാനും സാധ്യതയുണ്ട്. ബ്രെയിൻ ട്യൂമറിൻ്റെ ചികിത്സ എന്ന് പറഞ്ഞാൽ എത്രയും വേഗം അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഒരു ബ്രെയിൻ ട്യൂമർ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. എന്താണ് ബ്രെയിൻ ട്യൂമറിൻ്റെ ലക്ഷണങ്ങൾ? മാറാത്ത തലവേദന, അതാണ് സാധാരണമായി കാണുന്നത്. സാധാരണ രീതിയിൽ നമ്മളൊരു മരുന്നെല്ലാം കഴിച്ചാൽ മാറുന്ന ഒരു തലവേദന മരുന്നിലൊന്നും നിൽക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഛർദിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ എപ്പിലിപ്സി ഉണ്ടാവുക, അല്ലെങ്കിൽ ഫിറ്റ്സ് ഉണ്ടാവുക, അങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിൽ അത് ബ്രെയിൻ ട്യൂമറിൻ്റെ പോയിൻ്റ് ചെയ്യുന്ന ചില ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും വേഗം ഒരു ന്യൂറോസർജൻ്റെ ചികിത്സ തേടുന്നത് അത്യാവശ്യമാണ്. ആദ്യമേ തന്നെ കണ്ടുപിടിച്ചാൽ ചികിത്സയും വളരെ എളുപ്പമായിരിക്കും. അതുകൂടാതെ തന്നെ കാഴ്ചയ്ക്കുള്ള ബുദ്ധിമുട്ട്, കേൾവിക്കുള്ള ബുദ്ധിമുട്ട്, രണ്ടായി കാണുക, തലകറക്കം, ഇങ്ങനെയുള്ള മാറാത്ത തലകറക്കം. സാധാരണ എല്ലാ തലകറക്കം ട്യൂമറാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. എന്നാലും മാറാത്ത, സാധാരണ മരുന്നുകളോ ഒന്നും ഏൽക്കാത്ത രീതിയിലുള്ള തലകറക്കവും ഒരു സൈഡ് പരാലിസിസോ അങ്ങനെയുള്ള പെട്ടെന്നുണ്ടാകുന്ന ലക്ഷണങ്ങളും എല്ലാം ബ്രെയിൻ ട്യൂമർ ആവാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വിദഗ്ധ ചികിത്സ തേടുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ ഒരു ന്യൂറോസർജറി വിദഗ്ധൻ്റെ അടുത്ത് എത്തിയാൽ നമ്മൾ എന്തൊക്കെ പരിശോധനകൾ ചെയ്യും എന്നുള്ളതാണ് അടുത്ത ഘട്ടം. ആദ്യം നമ്മൾ ക്ലിനിക്കലി ന്യൂറോ പ്രോബ്ലംസ് എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കും. ദേഹപരിശോധനയിലൂടെ കണ്ടുപിടിക്കുകയും പിന്നെ അതിന് വേണ്ട സ്പെസിഫിക് ആയിട്ടുള്ള സ്കാനിങ് മെത്തേഡ്സ്, നമുക്കിപ്പം വളരെ ഹൈ റെസൊല്യൂഷൻ നൂതനമായി കണ്ടുപിടിക്കുന്ന MRI റെസൊല്യൂഷൻ സ്കാനിങ്ങും അതിൻ്റെ പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സും കൊണ്ട് വളരെ ചെറിയ ട്യൂമർ പോലും നമുക്ക് വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ കഴിയും. ഇമേജിംഗ് ടെക്നോളജി വളരെ മുന്നോട്ട് പോയി കഴിഞ്ഞു. കണ്ടുപിടിച്ച ശേഷം രോഗിയെ സർജറിയിലേക്ക് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ മാനസികമായിട്ടൊരു ആരോഗ്യമുണ്ട്. ഒരാളോട് ബ്രെയിൻ ട്യൂമർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പേടി, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവാം.
പ്രവർത്തി മറ്റ് രോഗങ്ങളുണ്ടാകും, ചിലപ്പോൾ കുട്ടികൾക്കും ഉണ്ടാവാം. അവരെ മാനസികമായിട്ടും ശാരീരികമായി തയ്യാറെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പിന്നെ ബ്രെയിൻ ട്യൂമറിൻ്റെ സർജറി ആണ് ഏറ്റവും നൂതനമായ ശസ്ത്രക്രിയ ഇന്നത്തെ ലോകത്ത്. കാരണം ബ്രെയിനിൻ്റെ ഓരോ ഭാഗത്തിനും പ്രത്യേകമായ ഒരു പ്രവർത്തനങ്ങളുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ പോലെ തന്നെ ഓരോ ഭാഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ പെർമനൻറ്റും ടെമ്പററിയുമായിട്ട് അതിൻ്റെ ഡാമേജ് സംഭവിക്കാം. അതിന് റീപ്ലേസ്മെൻറ്റ്, അതായത് അതിനെ മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ അതിൻ്റെ ചികിത്സാ രീതിയുടെ മെയിൻ നമ്മുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് മിനിമം ആക്കി കൂടുതൽ ഡാമേജ് ഉണ്ടാകാതെ ആ ട്യൂമർ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് മാറ്റം വരുത്തി ചികിത്സയുടെ പ്രധാന ഘടകം. അപ്പോൾ നമ്മൾ അതിനുവേണ്ടി അതീവ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ശസ്ത്രക്രിയ ചെയ്യുന്നത്. സർജറിയാണ് ഏറ്റവും ആദ്യത്തെ ചികിത്സ ബ്രെയിൻ ട്യൂമറിന്. അപ്പോൾ സർജറി ചെയ്യുമ്പോൾ ബ്രെയിനിന് ഡാമേജ് ഉണ്ടാക്കാതെ ചെയ്യുന്ന രീതിയിലാണ് ഒന്ന് ഇമേജ് ഗൈഡഡ് സർജറി. അതായത് നമ്മൾ സർജറി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലൈവായിട്ട് ട്യൂമറിൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനും, പിന്നെ ട്രാക്ടോഗ്രാഫി, MR ട്രാക്ടോഗ്രാഫി, ന്യൂറോ നാവിഗേഷൻ, അതായത് തലച്ചോറിൽ ഏത് ഭാഗത്താണ്, ഏത് ഫംഗ്ഷനുള്ള ഭാഗത്താണ് ട്യൂമർ ബാധിച്ചിരിക്കുന്നത്, ഫംഗ്ഷൻ ഡാമേജ് കൂടാതെ അത് എങ്ങനെ എടുക്കാം എന്ന രീതിയിൽ നമ്മൾ ലൈവായി തന്നെ സർജറിയിൽ കാണുന്ന രീതിയിൽ നമുക്ക് ഇന്നത്തെ സാങ്കേതികവിദ്യ ഉണ്ട്. പിന്നെ ന്യൂറോ മോണിറ്ററിങ്, ഏതൊക്കെ പ്രവർത്തനങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സർജറിയുടെ സമയത്ത് മോണിറ്ററിങ് ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങൾ ബാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കി തന്നെ ട്യൂമർ നീക്കം ചെയ്യാൻ ഇന്നത്തെ സാങ്കേതികവിദ്യയ്ക്ക് കഴിയും. ഇത് കൂടാതെ തന്നെ മൈക്രോ സർജറി പണ്ടത്തേക്കാളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. നമുക്ക് ആൻജിയോഗ്രാം ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഘടന മനസ്സിലാക്കുന്ന മൈക്രോസ്കോപ്പുകളെല്ലാം ഓപ്പറേറ്റിംഗ് മൈക്രോസ്കോപ്പിൽ നിന്ന് അവൈലബിൾ ആണ്. ഇതുകൂടാതെ വളരെ ഉള്ളിലേക്കിരിക്കുന്ന ട്യൂമറുകൾക്ക് ബയോപ്സി എടുക്കാനും അങ്ങനെയുള്ള കീ ഹോൾ സർജറിക്ക് വേണ്ടിയിട്ടുള്ള റോബോട്ടിക് സർജറി, എൻഡോസ്കോപ്പിക് സർജറി, ഇതെല്ലാം ഇന്നത്തെ സാങ്കേതികവിദ്യയിൽ ഉപലബ്ധമാണ്. അത് സർജറിക്ക് ശേഷം ട്യൂമറിൻ്റെ ആ വളർച്ചയുടെ വേഗത മനസ്സിലാക്കാനും ബയോപ്സിയും അതിൻ്റെ ഫർദർ ടെസ്റ്റുകളും കണ്ടുപിടിച്ച ശേഷം പിന്നെ കീമോതെറാപ്പി, റേഡിയോതെറാപ്പി അങ്ങനെയുള്ള ഫർദർ ട്രീറ്റ്മെൻറ്റും ഇതിനാവശ്യമാണ്. വളരെ വേഗതയിൽ വളരുന്നതിന് നമുക്ക് കൂടുതൽ അഗ്രസീവായിട്ട് ട്രീറ്റ്മെൻറ്റ് തുടരേണ്ടി വരും. ഇതുകൂടാതെ തന്നെ അതിസാങ്കേതികമായിട്ടുള്ള പുതിയ റേഡിയോ സർജറി നമുക്ക് റിമൂവ് ചെയ്യാൻ, അതായത് ട്യൂമർ സർജറി നീക്കം പറ്റാത്ത ഏരിയകളിൽ റേഡിയോ സർജറി, സൈബർ നൈഫ് അങ്ങനെയുള്ള ആധുനിക റോബോട്ടിക് സർജറികളും ഇന്ന് ലഭ്യമാണ്. ബ്രെയിൻ ട്യൂമറുടെ പോലെയുള്ള ദിനാചരണങ്ങൾ കൊണ്ട് ഈ ട്യൂമർ ബാധിച്ചവർക്കും ഇല്ലാത്തവർക്കും നേരത്തെ കണ്ടുപിടിക്കാനും മാനസികവും ശാരീരികമായിട്ട് ആരോഗ്യത്തോടുകൂടി തുടർ ജീവിതം നയിക്കാനുമുള്ള ഒരു അവബോധമാണ് നമ്മൾ ഈ ദിനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.